ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ചോ? എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്? ഈ ഒരു അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു രാസസന്തുലനം, അല്ലേ? രാസസന്തുലനം എന്താണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്തായിരുന്നു രാസസന്തുലനം? നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ പുരോത്പ്രവർത്തനത്തിൻ്റെയും പശ്ചാത്പ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായി വരുന്ന ഘട്ടത്തെയാണ് രാസസന്തുലനം എന്ന് പറയുന്നത്, അല്ലേ? ഒരു ഉഭയദിശാ പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് പുരോത്പ്രവർത്തനവും പശ്ചാത്പ്രവർത്തനവും കൂടി ചേരുന്നതാണ് ഒരു ഉഭയദിശാ പ്രവർത്തനം. അപ്പോൾ ഈ ഉഭയദിശാ പ്രവർത്തനത്തിൽ പുരോത്പ്രവർത്തനത്തിൻ്റെ നിരക്കും പശ്ചാത്പ്രവർത്തനത്തിൻ്റെ നിരക്കും തുല്യമായി വരുന്ന ഘട്ടമാണ് രാസസന്തുലനം. അപ്പോൾ നമ്മൾ രാസസന്തുലനത്തിൻ്റെ വിവിധ സവിശേഷതകൾ പഠിച്ചു, അല്ലേ? രാസസന്തുലനത്തിൽ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നു. സന്തുലനാവസ്ഥയിൽ പശ്ചാത്പ്രവർത്തനങ്ങളുടെ നിരക്കുകൾ തുല്യമായിരിക്കും. രാസസന്തുലനം തന്മാത്രാ തലത്തിൽ ഗതികമാണ്. സംവൃത വ്യൂഹങ്ങളിലാണ് രാസസന്തുലനം കൈവരുന്നത്. ഇത്രയായിരുന്നു നമ്മൾ പഠിച്ചത്, അല്ലേ? രാസസന്തുലനം തന്മാത്രാ തലത്തിൽ ഗതികമാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. രാസസന്തുലനം എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനം നിലയ്ക്കലല്ല. എന്താണ്? പുരോത്പ്രവർത്തനത്തിൻ്റെയും പശ്ചാത്പ്രവർത്തനത്തിൻ്റെയും നിരക്കുകൾ തുല്യമാവുകയാണ്. അപ്പം അങ്ങനെ തുല്യമായതുകൊണ്ട് അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്നതും ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായി മാറുന്നതും ഒരേ വേഗതയിൽ നടക്കുമ്പോൾ നമുക്ക് തോന്നും രാസപ്രവർത്തനം നിലച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ തന്മാത്രാ തലത്തിൽ രാസപ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. രാസസന്തുലനം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് രാസസന്തുലനവുമായി ബന്ധപ്പെട്ട ഒരു തത്വമാണ്. രാസസന്തുലനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ശാസ്ത്ര തത്വമാണ് ലേ ഷാറ്റ്ലിയർ എന്ന ശാസ്ത്രജ്ഞൻ അവതരിപ്പിച്ചത്. ഈ തത്വമാണ് ലേ ഷാറ്റ്ലിയർ തത്വം എന്നറിയപ്പെടുന്നത്. ലേ ഷാറ്റ്ലിയർ തത്വം. അപ്പോൾ നമുക്ക് ആദ്യം ലേ ഷാറ്റ്ലിയർ തത്വം എന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. ഈ ഒരു തത്വം, നമ്മൾ ഒരു ശാസ്ത്ര തത്വം പഠിക്കുമ്പം അത് അതിൻ്റേതായ, അതായത് അത് എങ്ങനെയാണോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ പഠിക്കണം. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം സ്വയം ഒരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിലെത്തുന്നു. ഇതാണ് ലേ ഷാറ്റ്ലിയർ തത്വം. അതായത് ഇപ്പോൾ ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. എന്താണ് ഈ ലേ ഷാറ്റ്ലിയർ തത്വം? നമുക്കറിയാം, ഒരു സന്തുലനാവസ്ഥയിൽ എത്തിയിട്ടുള്ള ഒരു രാസപ്രവർത്തനം സന്തുലനാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ പുരോത്പ്രവർത്തനത്തിൻ്റെയും പശ്ചാത്പ്രവർത്തനത്തിൻ്റെയും വേഗത തുല്യമായിരിക്കും. അത് സന്തുലനാവസ്ഥയിലാണ്. ആ സമയത്ത് ഒരു സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അതിൻ്റെ ഗാഢതയോ അല്ലെങ്കിൽ രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് അതിലെ അഭികാരകത്തിൻ്റെ ഗാഢതയോ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ ഗാഢതയോ അല്ലെങ്കിൽ മർദ്ദത്തിലോ താപനിലയിലോ ഏതെങ്കിലും ഒന്നിൽ നമ്മളൊരു വ്യത്യാസം വരുത്തിയാൽ, നമ്മൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ അത് ആ സന്തുലനാവസ്ഥയെ ബാധിക്കും, അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 9ാം ക്ലാസ്സിൽ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പഠിച്ചിട്ടുണ്ട്. താപനിലയിലും മർദ്ദത്തിലും ഗാഢതയിലൊക്കെ മാറ്റം വരുത്തിയാൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയിലും മാറ്റം വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഗാഢത, മർദ്ദം, താപനില ഇവയിൽ ഏതെങ്കിലും ഒന്നിനൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൻ്റെ സന്തുലനാവസ്ഥ തകർക്കാൻ കാരണമാവും. അപ്പോൾ അത് വ്യൂഹം ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആ വ്യൂഹം എന്ത് ചെയ്യും? നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു മാറ്റം കാരണം ഉണ്ടാകുന്ന ഒരു ഫലം ഉണ്ടല്ലോ, നമ്മൾ ഗാഢതയിലും മർദ്ദത്തിലും താപനിലയിലും മാറ്റം വരുത്തുമ്പോൾ ഉണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യൂഹം സ്വയം ഒരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിലെത്തും. അപ്പോൾ നമ്മൾ എന്ത് മാറ്റമാണോ വരുത്തിയത് അതുകൊണ്ട് ആ ഒരു വ്യൂഹത്തിലുണ്ടായിട്ടുള്ള ഫലം എതിർക്കാൻ വ്യൂഹം ശ്രമിക്കും. അപ്പോൾ അതിനു വേണ്ടി അത് സ്വയം ഒരു പുനഃക്രമീകരണം നടത്തുകയും എന്നിട്ട് വീണ്ടും സന്തുലനാവസ്ഥയിലെത്തുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ സന്തുലനാവസ്ഥ തകർക്കാൻ നോക്കിയാൽ ആ ഒരു വ്യൂഹം അതിനെ എതിർക്കാൻ നോക്കും. അത്രയേ ഉള്ളൂ ലേ ഷാറ്റ്ലിയർ തത്വം. അതാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ ഇങ്ങനെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ
വ്യൂഹം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം സ്വയം ഒരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിലെത്തുന്നു. ഇതാണ് ലേ ഷാറ്റ്ലിയർ തത്വം. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗാഢത, മർദ്ദം, താപനില ഇവയൊക്കെ ഒരു രാസസന്തുലനത്തിൽ ഏത് തരത്തിലാണ് മാറ്റം വരുത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ ഗാഢതയാണ് പഠിക്കുന്നത്. ഗാഢത ഒരു രാസസന്തുലനത്തിൽ ഗാഢതയുടെ സ്വാധീനം എങ്ങനെയാണ് വരുന്നത് എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ ഇങ്ങനെ മനസ്സിലാവും. അതായത് സന്തുലനാവസ്ഥയിൽ ഇരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു സീസോ അതേപോലെ രണ്ട് വശം ഒരുപോലെ ഇരിക്കുമ്പോൾ നമുക്ക് പറയാം ഇതൊരു സന്തുലനാവസ്ഥയിലാണ്. അപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ ഇതിൽ ഒരു ഭാഗത്തിരിക്കുന്ന ആൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ ഉണ്ടായ മാറ്റത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തുള്ള ആൾ എന്ത് ചെയ്യും? വേറെ അപ്പുറത്തേക്ക് ഒരു ബലം പ്രയോഗിച്ചു. അപ്പം ഈ ഒരു സീസോയിൽ എന്താണോ സംഭവിക്കുന്നത് അതേപോലെ തന്നെയാണ് ഒരു രാസസന്തുലനത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിനും സംഭവിക്കുന്നത് അവിടെ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ട് രാസസന്തുലനത്തെ തകർക്കാൻ നോക്കുമ്പോൾ ആ വ്യൂഹം സ്വയം എന്ത് ചെയ്യും? ആ ഒരു മാറ്റത്തെ എതിർത്ത് വീണ്ടും സന്തുലനാവസ്ഥ കൈവരിക്കാൻ നോക്കും. അപ്പം ഇനി നമുക്ക് സന്തുലനാവസ്ഥയിൽ ഗാഢതയുടെ സ്വാധീനമാണ് പഠിക്കാനുള്ളത്. ഗാഢതയുടെ സ്വാധീനം. അപ്പം നമ്മൾ നേരത്തെ അമോണിയയെക്കുറിച്ചാണല്ലേ ഈ അധ്യായത്തിൽ ആദ്യം നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ അമോണിയ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഹേബർ പ്രക്രിയയുടെ രാസസമവാക്യമാണ് ഈ കൊടുത്തിട്ടുള്ളത്. എന്താണ്? 2N2 + 3H2 റിവേഴ്സബിൾ 2NH3. ഇതൊരു ഉഭയദിശാ പ്രവർത്തനമാണ് അല്ലേ? അമോണിയ നിർമ്മിക്കുന്നത് ഒരു ഉഭയദിശാ പ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു സന്തുലനാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സന്തുലനാവസ്ഥയിൽ നമ്മൾ മാറ്റം വരുത്തുമ്പോൾ എന്ത് സംഭവിക്കും? ലേ ഷാറ്റ്ലിയർ തത്വം അനുസരിച്ച് വ്യൂഹം ആ മാറ്റത്തെ എതിർക്കാൻ ശ്രമിക്കും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ സന്തുലനാവസ്ഥയിൽ അഭികാരകമായ നൈട്രജൻ്റെ ഗാഢത വർദ്ധിപ്പിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ അഭികാരകമാണ് നൈട്രജൻ. ഈ അഭികാരകമായ നൈട്രജൻ്റെ ഗാഢത നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? അപ്പം നമ്മൾ ചെയ്തത് അഭികാരകമായ നൈട്രജൻ്റെ ഗാഢത വർദ്ധിപ്പിച്ചു. അപ്പോൾ വ്യൂഹം എന്ത് ചെയ്യും? അതിൻ്റെ എതിർക്കാൻ ശ്രമിക്കും. അപ്പോൾ എങ്ങനെയാണ് എതിർക്കുക? വ്യൂഹം എന്ത് ചെയ്യും? നൈട്രജൻ്റെ ഗാഢത കുറയ്ക്കാൻ ശ്രമിക്കും. നമ്മൾ നൈട്രജൻ്റെ ഗാഢത കൂട്ടാൻ ശ്രമിച്ചാൽ വ്യൂഹം നൈട്രജൻ്റെ ഗാഢത കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പം വ്യൂഹത്തിന് നൈട്രജൻ്റെ ഗാഢത കുറയ്ക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്? ലേ ഷാറ്റ്ലിയർ തത്വം അനുസരിച്ച് വർദ്ധിച്ച അഭികാരകത്തെ ഉൽപ്പന്നമാക്കി മാറ്റിയാണ് വ്യൂഹം പുനഃക്രമീകരണം നടത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നൈട്രജൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ വ്യൂഹം എന്ത് ചെയ്യും? നൈട്രജൻ്റെ അളവ് കുറയ്ക്കാൻ നോക്കും. അപ്പോൾ ഇവിടെ നൈട്രജൻ്റെ അളവ് കുറയ്ക്കാനുള്ളൊരു വഴി എന്താണ്? അതിനെ വേഗം ഉൽപ്പന്നമായ അമോണിയാക്കി മാറ്റുക. അപ്പോൾ വ്യൂഹം എന്ത് ചെയ്യും? നമ്മൾ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് അമോണിയയുടെ അളവ് ഈ നൈട്രജനെ എന്താക്കി മാറ്റാൻ തുടങ്ങും? അമോണിയാക്കി മാറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നൈട്രജൻ്റെ ഗാഢത കൂട്ടുന്നു. അപ്പോൾ വ്യൂഹം എന്ത് ചെയ്യും? ആ നൈട്രജൻ്റെ ഗാഢത കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ വേഗം അമോണിയാക്കി മാറ്റും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നൈട്രജനെ വേഗം അമോണിയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടെ പുരോത്പ്രവർത്തനത്തിൻ്റെ വേഗത കൂടുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നൈട്രജൻ്റെ ഗാഢത കൂട്ടുമ്പോൾ നമ്മുടെ വ്യൂഹം നൈട്രജൻ്റെ ഗാഢത കുറയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ലേ ഷാറ്റ്ലിയർ തത്വം അനുസരിച്ച് വർദ്ധിച്ച അഭികാരകത്തെ ഉൽപ്പന്നമാക്കി മാറ്റിയാണ് വ്യൂഹം പുനഃക്രമീകരണം നടത്തുന്നത്. ഇനി നൈട്രജൻ്റെ ഗാഢത കൂട്ടിയാൽ ഏത് പ്രവർത്തനമാണ് വേഗത്തിൽ നടക്കുന്നത്? ഏതാണ്? നൈട്രജൻ്റെ ഗാഢത നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ വ്യൂഹം ആ ഗാഢത കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ നൈട്രജൻ്റെ ഗാഢത ഇവിടെ കുറയ്ക്കണമെങ്കിൽ അതിനെ വേഗം അമോണിയാക്കി മാറ്റുകയാണ് ഒരു വഴിയുള്ളത്. അതായത് ഏത് പ്രവർത്തനമാണ് വേഗത്തിൽ നടക്കുക? പുരോത്പ്രവർത്തനം വേഗത്തിൽ നടക്കും അല്ലേ? പുരോത്പ്രവർത്തനമാണ് വേഗത്തിൽ നടക്കുക. ഇനി നമ്മൾ അമോണിയയുടെ ഗാഢതയാണ് കൂട്ടിയതെങ്കിലോ? നമ്മൾ അമോണിയയുടെ ഗാഢത കൂട്ടി, അതായത് ഉൽപ്പന്നത്തിൻ്റെ ഗാഢത നമ്മൾ കൂട്ടി. അപ്പോൾ വ്യൂഹം എന്ത് ചെയ്യും? ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കുറയ്ക്കാൻ നോക്കും. അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കുറയ്ക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്? അതിനെ വേഗം അഭികാരകമാക്കി മാറ്റുക അല്ലേ? ഉൽപ്പന്നത്തിനെ വേഗം അഭികാരകമാക്കി മാറ്റുക. അപ്പോൾ ഏത് പ്രവർത്തനമാണ് വേഗത്തിൽ നടക്കുക? പശ്ചാത് പ്രവർത്തനമാണ് വേഗത്തിൽ നടക്കുക അല്ലേ? അമോണിയയുടെ ഗാഢത നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ പശ്ചാത് പ്രവർത്തനമാണ് വേഗത്തിൽ നടക്കുക. ഇനി അടുത്തത്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അമോണിയയെ തുടർച്ചയായി വ്യൂഹത്തിൽ നിന്ന് മാറ്റിയാൽ ഫലം എന്തായിരിക്കും? അതായത് ഇവിടെ ഇങ്ങനെ ഈ ഒരു പ്രവർത്തനം നടന്നിട്ട് അമോണിയ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണല്ലോ.
ഈ അമോണിയയെ നമ്മൾ തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന അമോണിയ ഇങ്ങനെ നീക്കം ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് പ്രവർത്തനമാണ് നടക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ ഈ ഒരു അമോണിയയെ തുടർച്ചയായിട്ട് ഇവിടുന്ന് മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കുറയ്ക്കുമ്പോൾ വ്യൂഹം എന്ത് ചെയ്യും, ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കൂട്ടാൻ നോക്കും. അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ ഗാഢത എങ്ങനെയാണ് കൂട്ടുക, പെട്ടെന്ന് ഈ ഒരു നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ ആകുന്ന പ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടും. അതായത് പുരോത്പ്രവർത്തനം വേഗത്തിൽ നടത്തും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ മാറ്റവും ആ വ്യൂഹം ഏത് തരത്തിലാണ് എതിർക്കുന്നത്, ഏത് പ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടിയാണ് അതിനെ എതിർക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ അഭികാരകങ്ങളുടെ ഗാഢത നമ്മൾ കൂട്ടുമ്പോൾ, അഭികാരങ്ങളുടെ ഗാഢത കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യൂഹം എന്ത് ചെയ്യും, അഭികാരകത്തിൻ്റെ ഗാഢത കുറയ്ക്കാൻ നോക്കും. അപ്പോൾ അഭികാരകത്തിൻ്റെ ഗാഢത കുറയ്ക്കാനുള്ള ഒരേ ഒരു വഴി പുരോത്പ്രവർത്തനം വേഗത്തിൽ നടത്തുകയാണ്. എന്നിട്ട് വേഗം ഈ അഭികാരങ്ങൾ ഉൽപ്പന്നമാക്കി മാറ്റുക. അപ്പോൾ വ്യൂഹത്തിൽ പുരോത്പ്രവർത്തനം വേഗത്തിൽ നടക്കും. ഇനി നമ്മൾ ഉൽപ്പന്നത്തിൻ്റെ ഗാഢതയാണ് കൂട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വ്യൂഹം എന്ത് ചെയ്യും, ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കുറയ്ക്കാൻ നോക്കും. അപ്പോൾ ഏത് പ്രവർത്തനമാണ് വേഗത്തിൽ നടക്കുക, ഉൽപ്പന്നം പെട്ടെന്ന് അഭികാരകമാക്കി മാറ്റാനാണ് നോക്കുക. അപ്പോൾ അവിടെ പശ്ചാത്പ്രവർത്തനമാണ് വേഗത്തിൽ നടത്തുക. ഇനി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപ്പന്നം നമ്മൾ വേഗത്തിൽ ആ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ഫലം ഉണ്ടാവുക, നമ്മൾ ഉൽപ്പന്നം നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കുറയ്ക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ ഗാഢത നമ്മൾ കുറയ്ക്കുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും, വ്യൂഹം എന്ത് ചെയ്യും, അതിൻ്റെ ഗാഢത കൂട്ടാൻ നോക്കും. അപ്പോൾ കൂട്ടാൻ ഏത് പ്രവർത്തനമാണ് വേഗത്തിൽ നടത്തേണ്ടത്, പുരോത്പ്രവർത്തനമാണ്. അപ്പോൾ പുരോത്പ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു. അപ്പം ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു നമ്മൾ വരുത്തിയ മാറ്റത്തെ എതിർത്തിട്ട് ആ ഒരു വ്യൂഹത്തെ വീണ്ടും സന്തുലനാവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വ്യൂഹം എന്ത് ചെയ്യുന്നത്, ആ പുരോത്പ്രവർത്തനത്തിൻ്റെയും പശ്ചാത്പ്രവർത്തനത്തിൻ്റെയും നിരക്കുകളിൽ വ്യത്യാസം വരുത്തുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊരു പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗാഢതയിലുള്ള വ്യത്യാസത്തിന് അതുപോലെ അത് വ്യൂഹത്തിൽ വരുത്തുന്ന മാറ്റത്തിൻ്റെയും ഒരു പട്ടികയാണ്. പ്രവർത്തനം, കൂടുതൽ ഹൈഡ്രജൻ ചേർക്കുന്നു. അപ്പോൾ നമ്മൾ അമോണിയേൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൽ കൂടുതൽ ഹൈഡ്രജൻ ചേർക്കുന്നു. ഹൈഡ്രജൻ ഇവിടെ അഭികാരകമാണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ കൂടുതൽ ഹൈഡ്രജൻ ചേർക്കുമ്പോൾ അഭികാരകത്തിൻ്റെ ഗാഢത കൂട്ടുന്നു അല്ലേ. ഹൈഡ്രജൻ കൂടുതൽ ചേർക്കുക വഴി നമ്മൾ എന്ത് ചെയ്യാണ്, അഭികാരകത്തിൻ്റെ ഗാഢത കൂട്ടുകയാണ്. അപ്പോൾ ഏത് പ്രവർത്തനത്തിൻ്റെ വേഗതയിലാണ് മാറ്റം വരിക, ഏതാണ്, അഭികാരകത്തിൻ്റെ ഗാഢത നമ്മൾ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, വ്യൂഹം അഭികാരത്തിൻ്റെ ഗാഢത കുറയ്ക്കാൻ നോക്കും. അതിന് വേണ്ടിയിട്ട് അഭികാരത്തിനെ പെട്ടെന്ന് ഉൽപ്പന്നമാക്കി മാറ്റും. അപ്പോൾ ഏത് പ്രവർത്തന വേഗത്തിൽ നടക്കുക, പുരോത്പ്രവർത്തനം വേഗത്തിൽ നടക്കും. ഇനി കൂടുതൽ അമോണിയ ചേർക്കുന്നു. നമ്മൾ ഉൽപ്പന്നമാണ് അല്ലെ, അമോണിയ ഉൽപ്പന്നല്ലേ. അപ്പം അമോണിയ കൂടുതൽ ചേർക്കുമ്പോൾ ഉൽപ്പന്നത്തിൻ്റെ ഗാഢതയാണ് കൂട്ടുന്നത്. അപ്പം നമ്മൾ ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കൂട്ടുമ്പോൾ ആ ഒരു വ്യൂഹം എന്ത് ചെയ്യും, ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കുറയ്ക്കാൻ നോക്കും. അപ്പോൾ ഏത് പ്രവർത്തന വേഗത്തിൽ നടക്കുക, അമോണിയനെ വേഗം നൈട്രജനും ഹൈഡ്രജനും ആക്കി മാറ്റാൻ നോക്കും. അതായത് പശ്ചാത്പ്രവർത്തനമാണ് വേഗത്തിൽ നടക്കുക. ഇനി അടുത്തത് അമോണിയ നീക്കം ചെയ്യുന്നു. ഉണ്ടായ അമോണിയ നമ്മളിങ്ങനെ നീക്കം ചെയ്യാം. അപ്പം അമോണിയ നീക്കം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കുറയ്ക്കുമ്പോൾ ഏത് പ്രവർത്തന വേഗത്തിൽ നടക്കുക, നമ്മൾ ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കുറയ്ക്കുമ്പോൾ വ്യൂഹം ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കൂട്ടാൻ ശ്രമിക്കും. അപ്പോൾ ഏതാണ്, ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കൂട്ടണമെങ്കിൽ പുരോത്പ്രവർത്തനം വേഗത്തിൽ നടക്കണം അല്ലേ. അപ്പോൾ പുരോത്പ്രവർത്തനമാണ് വേഗത്തിൽ നടക്കുക. അതുപോലെ കൂടുതൽ നൈട്രജൻ ചേർക്കുന്നു. കൂടുതൽ നൈട്രജൻ ചേർക്കുക എന്നാൽ അഭികാരകത്തിൻ്റെ ഗാഢതയാണ് കൂട്ടുന്നത്. അപ്പോൾ അഭികാരകത്തിൻ്റെ ഗാഢത നമ്മൾ കൂട്ടുമ്പോൾ വ്യൂഹം എന്ത് ചെയ്യും, അഭികാരകത്തിൻ്റെ ഗാഢത കുറയ്ക്കാൻ നോക്കും. അപ്പോൾ എന്ത് ചെയ്തിട്ടാണ് കുറയ്ക്കുക, പെട്ടെന്ന് അഭികാരകത്തിനെ ഉൽപ്പന്നമാക്കി മാറ്റും. അപ്പോൾ പുരോത്പ്രവർത്തനമാണ് വേഗത്തിൽ നടക്കുക. അപ്പോൾ ഒരു രാസസന്തുലനത്തിൽ